മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 3.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് മെട്രിക്സിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ളൊരു വലിയൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓർഡർ ഓഫ് ദി മെട്രിക്സ്. എന്താണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നുള്ളതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് അല്ലേ. നമ്മൾ അതിനെ എങ്ങനെ എഴുതും? M/N എന്ന് എഴുതും. M/N, അതായത് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ഇവിടെ ഈ ഒരു മെട്രിക്സിൽ, ഗിവൺ മെട്രിക്സിൽ എത്ര റോസ് വരുന്നുണ്ട്? 1 2 3 അല്ലേ, 3 റോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 3 നമ്പർ ഓഫ് കോളംസ് എത്ര വരുന്നത്? 1 2 3 and 4, 4 കോളം വരുന്നുണ്ട്. അപ്പോൾ 3/4 ആണ് ഈ മെട്രിക്സിൻ്റെ, ഗിവൺ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, എങ്ങനെയാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്? നമുക്കറിയാം, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാമെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ആ മെട്രിക്സിൻ്റെ ഓരോ നമ്പർ ഇങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ ഓർഡറിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എലമെൻറ്റ്സ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ടു 3/4 ആണ്. ഈക്വൽ ടു 3 × 4 എത്ര വരിക? 12 ആണ്. അപ്പോൾ ടോട്ടൽ ഈ 3/4 എന്നുള്ള മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 12 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇവിടെ കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആ എലമെൻറ്റ്സ് അതിൻ്റെ പ്ലേസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആരൊക്കെ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, അതിൽ ഫസ്റ്റ് തന്നാരാ? A13 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? എന്താണ് A13 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? Aij ആണ് നമ്മളെ ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം അല്ലേ. Aij, വേറെ ഐ എന്നുള്ള എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? നമ്പർ ഓഫ് റോ ആണ്. ആൻഡ് ജെ ഡിനോട്ടഡ് ബൈ നമ്പർ ഓഫ് കോളം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 13 എന്നുള്ളതിൽ എന്താ വരിക? ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലേ, അങ്ങനെയല്ലേ വരിക? ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ തേർഡ് കോളം എന്ന് പറയുമ്പോൾ അതിലുള്ള എലമെൻ്റ് ആരാ വരിക? ഫസ്റ്റ് റോ തേർഡ് കോളം എന്ന് പറയുമ്പോൾ 19 ആണ് അവിടുത്തെ എലമെൻറ്റ് വരിക. ഈക്വൽ ടു എന്താ വരിക? 19. സെക്കൻഡ് എലമെൻ്റ് ആരതെന്നുള്ളത്? A21 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻ്റ് ആരാണ്? 35 ആണ് അല്ലേ. 35 ആണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ടു 35. ഇനി വാട്ട് യു മീൻ ബൈ A33 എന്താ? തേർഡ് റോ തേർഡ് കോളം. ഓക്കെ, തേർഡ് റോ തേർഡ് കോളം. തേർഡ് റോയിൽ തേർഡ് കോളത്തിൽ വരുന്ന ആരാണ്? -5 ആണ് അല്ലേ. -5. ഓക്കെ, ഇനി A24 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫോർത്ത് കോളം. സെക്കൻഡ് റോയിൽ ഫോർത്ത് കോളത്തിൽ വരുന്ന ആരാ? ലാസ്റ്റ് നമ്പർ 12 ആണ് അല്ലേ. ഏതാ? ഇവിടെ നമുക്ക് 12നെ കാണാം. 12. ഇനി ലാസ്റ്റ് എലമെൻറ്റ് A23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ തേർഡ് കോളം. സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിൽ വരുന്ന ആരാ? സെക്കൻഡ് റോ തേർഡ് കോളത്തിൽ 5/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് വരുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുക്കുക. എക്സസൈസ് 3.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? നമുക്കിവിടെ ഒരു ഇഫ് എ മെട്രിക്സ് ഹാസ്, നമ്മളെ കയ്യിലുള്ള ഒരു മെട്രിക്സ്, അത് എത്ര ഓർഡർ ഒന്നും തന്നിട്ടില്ല. ആ മെട്രിക്സിൽ 24 എലമെൻറ്റ്സ് ഉണ്ട്. 24 എൻട്രീസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 13 എലമെൻറ്റ്സ്? രണ്ട് ക്വസ്റ്റ്യൻ ആണ്. 24 എലമെൻറ്റ്സ് ആണ് നമ്മളെ കയ്യിലുള്ള മെട്രിക്സിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത്. അങ്ങനെയെങ്കിൽ അത് ഈ 24 എലമെൻറ്റ്സ് വരാൻ ഏതൊക്കെ ഓർഡർ ഇവിടെ പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളോട് ആദ്യ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം, ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് അല്ലേ.
നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ്. ഈ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ആക്ച്വലി അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടും അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. അതായത് നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. എത്രയാണ്? 24 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിനെ ഇതിൻ്റെ ഈ 24 കിട്ടത്തക്ക രീതിയിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ആക്കി മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 24ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതല്ലേ ചോദിച്ചത്. വളരെ സിമ്പിളായിട്ട് ഏതൊക്കെയാണ് 24ൻ്റെ മൾട്ടിപ്പിൾസ് വരിക? ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാം 1 ഇൻറ്റു അതേ ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 24 ആണ്. ഈ 1 എന്തിനാ നമുക്ക് കൊടുക്കുക? നമ്പർ ഓഫ് റോസിന് കൊടുക്കുക. 24 കോളംസ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് 1 റോയും 24 കോളംസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? 24 എലിമെൻറ്റ്സ് ഉണ്ടാവും. നമ്മളെ കണ്ടീഷൻ ഓക്കെയാണ്. ഇത് നേരെ തിരിച്ചു വിട്ടൂടെ? എങ്ങനെ? 24 റോസും 1 കോളം എന്ന് പറഞ്ഞാലും 24 എലിമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെ 24ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇനി 2ൽ 12 ഉണ്ട് അല്ലേ? 12 ഇൻറ്റു 2 24 ആണ്. ഇതിനെ നമുക്ക് നേരെ തിരിച്ച് എഴുതാം. 12 റോസും 2 കോളംസും ആക്കി എഴുതിയാലും എലിമെൻറ്റ്സ് എന്താണ്? 24 ആണ് അല്ലേ? പിന്നെ 3ൽ 3 ഇൻറ്റു 8 24 ആണ് അല്ലേ? അപ്പോൾ 8 ഇൻറ്റു 3 8 റോസും 3 കോളംസും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 24 എലിമെൻറ്റ്സ് കിട്ടും. ഇനി 4ൽ 4 ഇൻറ്റു 6 24 ആണ്. 6 ഇൻറ്റു 4 എന്ത് തന്നെയാണ്? 24 ആണ്. ഓക്കെ, ഇനി നമുക്ക് 24ൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്രയും പോസിബിൾ ഓർഡേഴ്സ് ആണ് നമുക്ക് ഈ ഒരു 24 എന്നുള്ള ടോട്ടൽ എലമെൻറ്റ്സ് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു മെട്രിക്സിനെ അറേഞ്ച് ചെയ്താൽ വരിക. ഓക്കെ, അപ്പോൾ ദി പോസിബിൾ ഓർഡേഴ്സ് ആർ ഏതൊക്കെ വരിക? 1/24, 24/1, 2 ഇൻറ്റു 12, 12 ഇൻറ്റു 2 വരും, 3 ഇൻറ്റു 8, 8 ഇൻറ്റു 3, 6 ഇൻറ്റു 4 ആൻഡ് 4 ഇൻറ്റു 6. ഓക്കെ, ഇത്രയും ഓർഡേഴ്സ് എന്താണ് നമുക്കിവിടെ പോസിബിൾ ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. നമുക്ക് ഇനി ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് സബ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇഫ് ഇറ്റ് ഹാസ് 13 എലമെൻറ്റ്സ് എങ്കിൽ അതിൽ 13 എലമെൻറ്റ്സ് ആണെങ്കിലോ എന്ന് ചോദിച്ചു. ഏതൊക്കെ ഓർഡർ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് ഹാസ് 13 എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 24ൻ്റെ തന്നതിന് പകരം 13 എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 13ൻ്റെ മൾട്ടിപ്പിൾസ് കാണണം. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു 13 13 ആണ്. 13 ഇൻറ്റു 1 13 ആണ്. ഇനി വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ല. ഈ ഫസ്റ്റ് ഇത് നമ്പർ ഓഫ് റോസ് ആണ് അല്ലേ? 1 റോ. സെക്കൻഡ് ഇത് വരുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഓക്കെ, അപ്പോൾ 1 റോ 13 കോളം വരുമ്പോൾ 13 വരും എലമെൻറ്റ്സ് ടോട്ടൽ. 13 റോ 1 കോളം എന്ന് പറയുമ്പോഴും അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ആര് മാത്രമേ ഉള്ളൂ? ഈ 2 ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? പോസിബിൾ ഓർഡേഴ്സ് ആർ 1/13 ആൻഡ് 13/1. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.1 തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ മെട്രിക്സ് ഹാസ് 18 എലമെൻറ്റ്സ് ഉണ്ട് മെട്രിക്സിൽ, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലമെൻറ്റ്സ്? 3.1 2ന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്കറിയാം ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ആണ് അല്ലേ? നമ്പർ ഓഫ് കോളംസ് ആണ് വരിക. ഓക്കെ, അത് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടും. അങ്ങനെയെങ്കിൽ 18 ആണ് നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 18ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഓർഡർ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 18 എന്താണ്? 18 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? 1 റോയും 18 കോളം അല്ലേ? ഇത് റോ ആണ്, ഇത് കോളാണ്.
1 row 18 കോളം എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടൽ 18 എലമെന്റ്സ് ഉണ്ടാവും. അത് പോസിബിൾ ആണ്. നേരെ തിരിച്ചുവിടുക. 18 റോസും 1 കോളം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് 18 ആണ്. ഓക്കെ. ഇനി 2 into 9 18 ആണ് അല്ലേ. 2 റോസും 9 കോളംസും. ഓക്കെ. ഇനി 9 into 2 ഓൾസോ പോസിബിൾ ആണ്. 18 ആണ് വരിക. ഓക്കെ. ഇനി 3 into 6 18 ആണ്. അതുപോലെ തന്നെ 6 into 3യും 18 ആണ്. ഇനി വേറെ ഏതെങ്കിലും ഓർഡർ വരുന്നുണ്ടോ? 5-ലില്ല, 6-ല്, 7-ല്, 8-ല് ഇല്ല, 9-ല് എഴുതി. ഓക്കെ. അപ്പോൾ ഇത്രയും പോസിബിൾ ഓർഡേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ദി പോസിബിൾ ഓർഡേഴ്സ് ആർ ദി possible orders are 1 by 18, 18 by 1, 2 by 9, 9 by 2, 3 by 6, 6 by 3. ഓക്കെ. ഇത്രയും ഓർഡേഴ്സ് ആണ് നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലമെന്റ്സ്? നമ്മൾ ആ മെട്രിക്സിൽ നമുക്ക് ടോട്ടൽ 5 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഓർഡേഴ്സ് വരിക? If it has 5 elements, 5 എലമെന്റ്സ് മാത്രമുള്ള ഒരു മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് 5ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുക അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 1/5 ആണ് ഈക്വൽ ടു 5 വരിക. 1 എന്നുള്ളത് നമുക്ക് റോസിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5 കോളംസ് ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിനെ നേരെ തിരിച്ചു എഴുതാം. 5/1 എന്ന് എഴുതിയാലും 5 തന്നെയാണ്. അപ്പോൾ പോസിബിൾ ഓർഡേഴ്സ് വേറെ ഏതെങ്കിലും 5ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ല. പോസിബിൾ ഓർഡേഴ്സ് ആർ 1/5ഉം അതുപോലെ തന്നെ 5/1. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ നോട്ട് ചെയ്യാം. എക്സസൈസ് 3.1-ല് 4th ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ്. നമുക്കൊരു 2/2 മെട്രിക്സ് ഉണ്ടാക്കണം. 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 റോസും 2 കോളംസും ഉള്ള ചെറിയൊരു മെട്രിക്സ് അല്ലേ. അതിൻ്റെ ഒരു ജനറൽ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. A = Aij ആണ് മെട്രിക്സ്. ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ. അതിൻ്റെ മെട്രിക്സിനകത്ത് വരുന്ന എലമെന്റ്സ് ഈ താഴെ തന്നിട്ടുള്ള ഓരോ 3 സബ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ബേസിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ്റെ ബേസിലായിരിക്കണം അതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? നമുക്ക് ആദ്യം 2/2 മെട്രിക്സിൻ്റെ ഒരു ജനറൽ ഫോം എഴുതി നോക്കാം. A എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന 2/2 മെട്രിക്സ്. ഫസ്റ്റ് എലമെന്റിനെ നമുക്ക് എങ്ങനെ വരും? A11 എന്ന് എഴുതാം അല്ലേ. A12 എന്ന് എഴുതാം. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 റോസ് 2 കോളംസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 കോളത്തിനുള്ളതായി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് A21 വരും, സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെന്റ് A22 വരും. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഓരോ സബ് ക്വസ്റ്റ്യൻ്റെ ബേസിൽ എങ്ങനെയാണ് ഈ മെട്രിക്സിനകത്തുള്ള ഓരോ എലമെന്റിനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ഒന്നാമത് തന്നിട്ടുള്ളത് Aij = I+j² ആണ്. നമ്മൾ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. എ എന്നുള്ള മെട്രിക്സിൽ ഫസ്റ്റ് എലമെന്റ് A11 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസിൽ ആരാണ് ഇവിടെ അല്ലേ? അതിൻ്റെ പ്ലേസിൽ 1 ആണ്, ജെൻ്റെ പ്ലേസിലും ആര് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1+1² 2²/2 എന്ന് പറഞ്ഞാൽ 4/2 ആണ്. ആൻസർ എന്താ വരിക? 2 വരും. ഇനി A12 = 1, അതിൻ്റെ പ്ലേസിൽ 1 ആണ്, ജെൻ്റെ പ്ലേസിൽ 2 ആണ്. (2) 1+2² 3² എന്ന് പറഞ്ഞാൽ 9/2 ആണ് ആൻസർ വരിക. ഓക്കെ. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഓക്കെ ആയി. ഇനി സെക്കൻഡ് റോ A21 ആണ്. അതിൻ്റെ പ്ലേസിൽ ഇവിടെ 2 ആണ്, ജെൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ എന്ത് വരും? 2+1² 2 എന്ന് വരും. 3² എന്ന് പറഞ്ഞാൽ 9/2 ആണ് വരിക. ഓക്കെ. A22 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേസിൽ 2 ആണ്, ജെൻ്റെ പ്ലേസിൽ 2 തന്നെയാണ്. (2/2) 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16/2 ആണ്. 16/2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരിക? 8 ആണ് വരിക. അങ്ങനെയെങ്കിൽ നമുക്ക് A എന്നുള്ള മെട്രിക്സ് ഈ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, ഒരു 2/2 മെട്രിക്സ് ആണ്. 9/2 തേർഡ് എലമെൻറ്റ് ഇവിടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 9/2 തന്നെ വരും, സെക്കൻഡ് എലമെൻറ്റ് 8 വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ച 2/2 മെട്രിക്സ് ഫോർമേഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് Aij = I/j ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിനെ എങ്ങനെ എഴുതാം? 11 = I/j എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസിൽ ആരാ? ഇവിടെ 1 ആണ്,
ജെൻ്റെ പ്ലേസിൽ ഓൾസോ 1 ആണ്, 1 ആണ് ആൻസർ വരിക. ഇനി A12 സെക്കൻഡ് എലമെൻറ്റ് വരുമ്പോൾ 1 ജെൻ്റെ പ്ലേസിൽ 2 ആണ്, ആൻസർ എന്താണ് 1/2 തന്നെയാണ്. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് A21, ഇവിടെ അതിൻ്റെ പ്ലേസിൽ ആരാണ് 2 ആണ്, ജെൻ്റെ പ്ലേസിൽ 1 ആണ്, ഈക്വൽ ടു ആര് വരും 2 വരും. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് എലമെൻറ്റ് A22 എന്ന് പറയുമ്പോൾ 2/2 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ മെട്രിക്സിനെ ഫോം ചെയ്യാം? A ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് 1/2 ആണ്, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്. ഓക്കെ, 1 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തേർഡ് സബ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് എന്താണെന്നുള്ളത് I+2j ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് A11 എങ്ങനെ കൊടുക്കുക? അതിൻ്റെ പ്ലേസിൽ ആരാ 1 ആണ്, ജെൻ്റെ പ്ലേസിൽ 1 തന്നെയാണ്. അപ്പോൾ 2 × j എന്ന് പറയുമ്പോൾ 2 തന്നെ ആവും. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/2 എന്ന് വരും. ഓക്കെ, A12 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താ വരിക? അതിൻ്റെ പ്ലേസിൽ ആരാ 1 ആണ്, ജെൻ്റെ പ്ലേസിൽ 2 ആണല്ലേ. അപ്പോൾ 2 × 2 എന്താണ് 4 ആണ്. 1 + 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 1 + 4 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/2 ആണ് ആൻസർ വരിക. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 21 ആണ്. അപ്പോൾ എന്ത് വരും? അതിൻ്റെ പ്ലേസിൽ 2 ആണ്, പ്ലസ് ജെൻ്റെ പ്ലേസിൽ അവിടെ തന്നെയാണ് 1 ആണ്. അപ്പോൾ 2 തന്നെ വരും. 2 + 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, 2 + 2 ഹോൾ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16/2 എന്ന് വരും, ഈക്വൽ ടു 8 നമുക്ക് ആൻസർ ആക്കി എഴുതാം. വാട്ട് ഈസ് A22 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസിൽ 2 ആണ്, ജെൻ്റെ പ്ലേസിൽ 2 തന്നെയാണ്. അപ്പോൾ 2 × 2 എന്തായി 4 ആയി. 2 + 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നായി. 6ൻ്റെ സ്ക്വയർ 36/2 ഈക്വൽ ടു 18 ആണ് നമുക്ക് ആൻസർ വരിക. ഇനി നമ്മൾ ഇതിനെ ഒരു മെട്രിക്സ് ഫോമിൽ നമ്മൾ A എന്നുള്ള മെട്രിക്സിനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ A ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് നമുക്കിവിടെ വരുന്നത് എത്രയാണ്? 9/2 ആണ് അല്ലേ. 9/2 എന്നാണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക. 25/2 ആണ് അടുത്ത എലമെൻറ്റ്. 8 സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്, 18 സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ച 3 മെട്രിക്സും കറസ്പോണ്ടിങ് അതിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിൽ കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ ഫോം ചെയ്തെടുത്ത എലമെൻസും അതിൻ്റെ ഫോർമേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ. നമുക്കൊരു 3/4 മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് 3/4 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? 3 റോസും 4 കോളംസും ഉള്ള മെട്രിക്സിനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയുക? 3/4 മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3/4 മെട്രിക്സിനെ ഇവിടെ ഫോം ചെയ്യുക. A ഈക്വൽ ടു ആണ് 3/4 മെട്രിക്സ്. ഫസ്റ്റ് എലമെൻറ്റ് എന്താ വരിക? ഫസ്റ്റ് എലമെൻറ്റ് A11 വരും. 3 റോ ഉണ്ട്, 4 കോളം ഉണ്ട് കേട്ടോ. A12 സെക്കൻഡ് കോളം വരും, A13 തേർഡ് കോളം വരും, A14 ഫോർത്ത് കോളം വരും. ഇനി സെക്കൻഡ് റോ എങ്ങനെ വരിക? A21, A22, A23 ആൻഡ് A24. തേർഡ് റോ എങ്ങനെ വരും? A31, A32, A33, A34. ഇങ്ങനെയാണ് തേർഡ് റോ വരിക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ്റെ ബേസിൽ നമുക്ക് രണ്ട് സബ് ക്വസ്റ്റ്യൻ്റെ ഓരോ എലമെൻറ്റിൻ്റെ പ്ലേസിൽ എക്സാക്റ്റ് വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ 1 കൺസിഡർ ചെയ്തു. ഇവിടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ബേസ് നോക്കുക. അപ്പോൾ A11 ഫസ്റ്റ് എലമെൻറ്റ് എന്താ വരിക? അതിൻ്റെ പ്ലേസിൽ 1 ആണ്, ജെൻ്റെ പ്ലേസിൽ ഓൾസോ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ 1/2 എന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ്? മോഡുലസ് ആണ് കേട്ടോ. മോഡുലസ് ഓഫ് -3i + j എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ -3 ഇൻറ്റു അതിൻ്റെ പ്ലേസിൽ ആരാ? 1 ആണല്ലേ, പ്ലസ് ജെൻ്റെ പ്ലേസിലും 1 തന്നെയാണ്, ഈക്വൽ ടു എന്ത് വരും? -3 × 1 എന്ന് പറഞ്ഞാൽ -3 -3 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ്. പക്ഷേ അവിടെ മോഡുലസ് ഉണ്ട്. മോഡുലസിൻ്റെ പ്രത്യേകത എന്താ? മോഡുലസ് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലേ. എന്ത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരിക. ഓക്കെ, അപ്പോൾ -3 + 1 എന്ന് പറയുമ്പോൾ ആൻസർ -2 ആണ്. -2 പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 2 ആവും. അവിടെ ഓൾറെഡി ഒരു 1/2 ഉണ്ട്. അപ്പോൾ 2/2 ഈക്വൽ ടു എന്തായി? 1 ആണ് ആൻസർ വരിക. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് A12 ഫസ്റ്റ് റോയിൽ. അപ്പോൾ എന്ത് വരും? 1/2. ഫസ്റ്റത്തെ ആള് ഈ ഒരു ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആരെന്നെ ആവും? -3 തന്നെ ആവും വരിക. പ്ലസ് സെക്കൻഡ് ജെൻ്റെ പ്ലേസിൽ 2 ആണുള്ളത്. -3 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. -1 പ്ലസ് ആവും, അപ്പോൾ 1/2 ആവും അതിൻ്റെ ആൻസർ വരിക. അവിടെ ഓൾറെഡി ഒരു 1/2 ഉണ്ട്. ഇനി A13 എന്ന് പറയുമ്പോൾ
1/2 അതിൻ്റെ പ്ലേസിൽ 1 തന്നെ ആയതുകൊണ്ട് -3 വരും. പ്ലസ് ഇവിടെ ജെൻ്റെ പ്ലേസിൽ നമുക്ക് ആര് വരും 3 എന്ന് വരും. ഈക്വൽ ടു -3 + 3 പറഞ്ഞാൽ 0 ആയി. അപ്പോൾ ടേം കംപ്ലീറ്റ് എന്തായി 0 ആയി. ഓക്കെ, A14 ഈക്വൽ ടു 1/2 മോഡുലസ് ഓഫ് -3 തന്നെ വരും. പ്ലസ് 4 വരും. 4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ്. അപ്പോൾ 1/2 × 1 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. A21 അല്ലേ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്. 21നെ നമുക്ക് എങ്ങനെ എഴുതാം 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -3i എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസിൽ ഇവിടെ 2 ആണ്. അപ്പോൾ -3 × 2 എന്ന് പറഞ്ഞാൽ എന്താ -6 വരിക. ഈ റോ കംപ്ലീറ്റ് ഈ ഫസ്റ്റ് എലമെൻറ്റ് അതിൻ്റെ പ്ലേസിൽ -6 ആണ് വരിക. പ്ലസ് ജെൻ്റെ പ്ലേസിൽ ആരാ 1 ആണ്. അപ്പോൾ -6 + 1 പറഞ്ഞാൽ 5 ആണ് വരിക മോഡുലസിൻ്റെ പുറത്ത് വരുമ്പോൾ. അപ്പോൾ ആൻസർ എന്ത് വരും 5/2 എന്ന് വരും. ഇനി വാട്ട് ഈസ് A22 പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് i എന്നുള്ളത് 2 ആണ്. അപ്പോൾ 3 × 2 -6 വരും. പ്ലസ് 2 എന്ന് വരും. ഓക്കെ, -6 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ -4 ആണ്. അപ്പോൾ 4/2 ആണ് നമുക്ക് ആൻസർ വരിക. 4/2 എന്ന് പറഞ്ഞാൽ ആരാ 2 ആണ് ആൻസർ വരിക. A23ൻ്റെ വാല്യൂ എന്താ വരിക 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -6 + 3 എന്ന് വരും. 3 - 6 എന്ന് പറഞ്ഞാൽ -3 ആണ്. മോഡുലസിൻ്റെ പുറത്ത് വരുമ്പോൾ അത് 3 ആവും. ആൻസർ 3/2 ആവും. ഓക്കെ, A24 ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -6 വരും. പ്ലസ് ഇവിടെ 4 വരും. ഓക്കെ, 4 - 6 എന്ന് പറഞ്ഞാൽ ആരാ -2 ആണല്ലേ. -2 പുറത്ത് വരുമ്പോൾ 2 ആവും. 2/2 ഈക്വൽ ടു നമുക്ക് ആൻസർ എന്ത് വരും 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് റോ കംപ്ലീറ്റ് എലമെൻറ്റ്സ് ആരൊക്കെ എന്നുള്ളത് കിട്ടി. സെക്കൻഡ് റോയിൽ കംപ്ലീറ്റ് എലമെൻറ്റ്സ് ആരൊക്കെ എന്നുള്ളതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തേർഡ് റോയിൽ ആരൊക്കെ എന്നുള്ളത് കണ്ടുപിടിക്കണം. തേർഡ് റോ ഫസ്റ്റത്തെ ആൾ വരുന്നത് A31 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ വരും 1/2 ഇൻറ്റു 3 ഇൻറ്റു -3i ആണല്ലോ. അതിൻ്റെ പ്ലേസിൽ ഇവിടെ ആരാ 3 ആണുള്ളത്. -3 × 3 എന്ന് പറയുമ്പോൾ -6 ആണ് വരിക. എല്ലാ ടേമിലും -6 വരും. പ്ലസ് ജെൻ്റെ പ്ലേസിൽ ആരാ 1 ആണ്. അപ്പോൾ -5 ആവും. അതായത് 5/2 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി A32ൻ്റെ പ്ലേസിൽ 1/2 മോഡുലസ് ഓഫ് -6 തന്നെയാണ് ഫസ്റ്റ് വരിക. സെക്കൻഡ് എലമെൻറ്റ് ജെൻ്റെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ -4 വരും. 4/2 ആവും ആൻസർ. ഈക്വൽ ടു എന്താവും 2 ആണ് നമുക്ക് ആൻസർ വരിക. A33 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -6 + 3 എന്ന് വരും. ഓക്കെ, ആൻസർ -3/2 എന്നുള്ളത് പ്ലസ് ആവും 3/2 ആവും അതിൻ്റെ ആൻസർ വരിക. A34 ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് -6 വരും. പ്ലസ് 4 വരും. 4 - 6 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വാല്യൂ -2 ആണല്ലോ. അപ്പോൾ 2/2 ഈക്വൽ ടു 1 ആണ് ആൻസർ വരിക. ഇനി നമ്മളെ കയ്യിലുള്ള ഈ എല്ലാ ആളുകളെയും നമ്മൾ ഇനി ഒരു മെട്രിക്സിൻ്റെ ഇതിലേക്ക് എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ആരൊക്കെ വരുന്നത് 1 ആണ്, 1/2 ആണ്, 0 ആണ്, 1/2 ആണ്. സെക്കൻഡ് റോ വരുന്നത് 5/2 ആണ്, 2 ആണ്, 3/2 ആണ്, 1 ആണ്. ഓക്കെ, തേർഡ് റോ വരുന്നത് 5/2 ആണ്, 2 ആണ്, 3/2 ആണ്, 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ച മെട്രിക്സ്. നമ്മൾ ഇതിനെ ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ ബേസിൽ ഓരോ എലമെൻറ്റിനെയും 3/4 എന്നുള്ള മെട്രിക്സിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മളോടൊരു സബ് ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ Aij ഈക്വൽ ടു 2i - j. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇത് നോട്ട് ചെയ്തെടുക്കുക. 3.1 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇതിവിടെ നമുക്ക് ഒരു 3/4 മെട്രിക്സിനെ ഫോം ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്യാനുള്ള കണ്ടീഷനാണ്. അതിൽ ഓരോ എലമെൻറ്റിൻ്റെ സ്വഭാവമാണ് ഇവിടെ തന്നത്. 2i - j ആണ് ഓരോ എലമെൻറ്റ് വരിക. എന്താണ് ഒരു 3/4 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോസും 4 കോളംസും ഉണ്ടാവും. അതിൻ്റെ എലമെൻറ്റ്സ് വരിക A11, A12, A13, A14 അല്ലേ. A21, A22, A23 ആൻഡ് A24, A31, A32, A33 ആൻഡ് A34. ഇത്രയാണ് വരിക. ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ ബേസിൽ ഓരോ എലമെൻറ്റിൻ്റെ പ്ലേസിൽ വരുന്ന എക്സാക്റ്റ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. A11 ഈക്വൽ ടു എന്താ വരിക 2i - j. അതിൻ്റെ പ്ലേസിൽ ആരാ ഇവിടെ 1 ആണ്. അപ്പോൾ 2i എന്നുള്ളത് 2 തന്നെ ആവും വരിക. ഓക്കെ, വേറെ കളർ യൂസ് ചെയ്യാം.
A11 എന്നുള്ളത് 2i മൈനസ് ജെ അതിൻ്റെ പ്ലേസിൽ ആരാണ് ഇവിടെ 1 ആണ്, ജെൻ്റെ പ്ലേസിൽ ഓൾസോ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു 1 പറയുമ്പോൾ 2 തന്നെയാണ്, മൈനസ് 1 വരും, ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ് എലിമെൻറ്റ്. A12 ഫസ്റ്റ് റോല് സെക്കൻഡ് എലിമെൻറ്റ് അതിൻ്റെ പ്ലേസിൽ 1 തന്നെയാണ്, മൈനസ് 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. A13 ഓക്കെ 2 മൈനസ് 3 എന്ന് വരും, അതായത് മൈനസ് 1 എന്ന് വരും. A14 ഈക്വൽ ടു 2 മൈനസ് 4 എന്ന് വരും, ആൻസർ മൈനസ് 2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് റോയിലുള്ള ഓരോ എലിമെൻറ്റ്സും നമുക്ക് ഫോം ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. A21 ആണ് ഫസ്റ്റ് എലിമെൻറ്റ് സെക്കൻഡ് റോയിലുള്ള. അപ്പോൾ A21 എന്ന് പറയുമ്പോൾ 2i മൈനസ് ജെ അതിൻ്റെ പ്ലേസിൽ ആരാ ഇവിടെ 2 ആണല്ലേ, അപ്പോൾ 2 ഇൻറ്റു 2 4 ആവും. 4 മൈനസ് 1 ഈക്വൽ ടു 3 ആണ് ഫസ്റ്റ് ആൾ വരിക. A22 എന്നുള്ളത് 4 മൈനസ് 2 എന്ന് വരും, ഈക്വൽ ടു 2 ആണ് സെക്കൻഡ് ആൾ വരിക. A23 എന്നുള്ളത് 4 മൈനസ് 3 ഈക്വൽ ടു 1 ആണ് തേർഡ് നമ്പർ വരിക. A24 ഈക്വൽ ടു 4 മൈനസ് 4 ഈക്വൽ ടു 0 ആണ് നമുക്ക് എലിമെൻറ്റ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് റോയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം, ലാസ്റ്റ് റോ. അപ്പോൾ A31 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേസിൽ ഇവിടെ ആരാണ്, 3 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 ആയി. 6 മൈനസ് 1 പറഞ്ഞാൽ അത്ര 5 ആണ്. ഇനി A32 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 ആണ്, ആൻസർ 4 ആണ്. ഓക്കെ, A33 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ് ആൻസർ. A34 ഈക്വൽ ടു 6 മൈനസ് 4 ആണ്, ഈക്വൽ ടു 2 ആണ് ആൻസർ. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ച എ എന്നുള്ള 3/4 മെട്രിക്സിൻ്റെ ഓരോ എലിമെൻറ്റും എങ്ങനെ വരും? ഫസ്റ്റ് റോ ആരൊക്കെ വരുന്നത്, 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. ഇത്രയും എലമെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു 3/4 ഓർഡറുള്ള മെട്രിക്സിൽ ഓരോ കറസ്പോണ്ടിങ് ഫോം ചെയ്ത് വരുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ബേസിൽ. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ, നോട്ട് ചെയ്യാം. എക്സസൈസ് 3.1 സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ 3 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്, 2 മെട്രിസസ് ഈക്വൽ ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 2 മെട്രിക്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആർ ഇൻ സെയിം ഓർഡർ, രണ്ടും എന്താവണം, സെയിം ഓർഡറിലാവണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ എന്നുള്ളത് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ്, ഒന്നാമത്തെ മെട്രിക്സിൻ്റെ കേസിൽ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, 2/2 ആണ്, ഇതും 2/2 ആണ്, ഓർഡർ സെയിം ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്താണ്, ഈക്വൽ ആണെന്ന് എഴുതല്ലേ. അപ്പോൾ 4ൻ്റെ അതേ പ്ലേസിൽ അപ്പുറത്തുള്ളത് y ആണ്, അപ്പോൾ y ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 4 എന്ന് എഴുതാം. 3ൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് z ആണ്, z ഈക്വൽ ടു 3 എന്ന് എഴുതാം. എക്സിൻ്റെ അവിടെ ഇരിക്കുന്നത് 1 ആണ്, x ഈക്വൽ ടു 1 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, ഇത് 2/2 ആണ്, ഇതും എന്ത് തന്നെയാണ്, 2/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്നും എന്ത് ചെയ്യുക, ഈക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് വരും അല്ലേ. അല്ല സോറി, എക്സ് പ്ലസ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് ഇരിക്കുന്ന ആൾ 6 ആണ്. ഓക്കെ, ഇനി 5 പ്ലസ് സെഡ്, ഈ എക്സ് പ്ലസ് വൈയിൽ എക്സും വൈയും അൺനോൺ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. 5 പ്ലസ് സെഡ് ഈക്വൽ ടു 5 എന്ന് വരും. ഇതിന് നമുക്ക് എന്ത് പറയാം, സെഡ് ഈക്വൽ ടു 5നെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 മൈനസ് 5 0 ആയി കഴിഞ്ഞു. ഇനി എക്സ് വൈ ഈക്വൽ ടു എന്താണ്, അപ്പുറത്തിരിക്കുന്നത് 8 ആണ് അല്ലേ. എക്സ് വൈ 8 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്തു, 6 മൈനസ് വൈ എന്ന് എഴുതി. ഈ എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ മൂന്നാമത്തെ എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 മൈനസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു 8 എന്ന് വരും. അതായത് 6y മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് വരും. ഇവിടെ നിന്ന് വരും LHS നിന്ന് മൈനസ് എടുത്ത് ഞാൻ അപ്പുറം കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് 6y, ഈ മൈനസ് അപ്പുറം കൊണ്ടുപോയപ്പോൾ -8 ആയി. ആ 8നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ +8 ഈക്വൽ ടു 0 ആയി. ഇനി ഇതിനൊന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 2 8 ആണ്. 3 + 2 നമുക്ക് എന്ത് കിട്ടണം, -6 കിട്ടണം. അപ്പോൾ രണ്ടാൾക്ക് എന്ത് ഇട്ടെടുത്താൽ മതി, മൈനസ് ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വാല്യൂസ് വരിക, y - 3 ഇൻറ്റു y - 2 ഈക്വൽ ടു 0 ആണ്. ഇഫ് y - 3 0 ആണെന്നുണ്ടെങ്കിൽ, y - 3 ഈക്വൽ ടു 0 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ത് വരും, 3 വരും. ഇനി y - 2 ഈക്വൽ ടു 0 ആണെങ്കിൽ വൈക്ക് ഇവിടെ 2 എന്നുള്ള വാല്യൂ എന്ന് വരും. വൈക്ക് എന്തുണ്ട്, 2 വാല്യൂ ഉണ്ട്.
അപ്പോൾ വൈൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, വൈൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, അത് നമുക്ക് നോക്കാം. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 6 - y ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 6 - 3 ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എന്താവും, 3 ആവും. അപ്പോൾ y 3 ആകുമ്പോൾ എക്സ് എന്താണ്, 3 ആണ്. ഇനി രണ്ടാമത്തതിൽ എക്സ് ഈക്വൽ ടു 6 - yയിൽ എക്സ് ഈക്വൽ ടു വൈൻ്റെ വാല്യൂ 2 ആകുമ്പോൾ 6 - 2 എന്നാവും, എക്സ് ഈക്വൽ ടു എന്താവും, 4 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്കും എക്സിനും രണ്ട് വീതം വാല്യൂസ് കിട്ടി. ഇനി ഇവിടെ അടുത്ത മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്, 3 റോ ആണ് അല്ലേ, 3/1 ആണ്. ഒരു കോളം മാത്രമേ ഉള്ളൂ, 3/1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 ആണ്. 3 അൺനോൺ വാല്യൂസ് ആണ്. എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 ആണ്. ഈ എക്സ് പ്ലസ് സെഡ് നിന്ന് ഞാൻ എക്സിൻ്റെ ടേമിലേക്ക് എഴുതി, 5 - z എന്നുള്ള ഒരു ടേം നമുക്ക് ഇതിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത എക്സ്പ്രഷൻ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 7 ആണ്. ഇതിൽ നിന്ന് ഞാൻ y ഈക്വൽ ടു 7 - z എന്നുള്ള ഒരു ടേം എടുത്തു. ഇത് രണ്ടും ഞാൻ ഇനി ഫസ്റ്റ് എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ പ്ലേസിൽ 5 - z പ്ലസ് വൈൻ്റെ പ്ലേസിൽ 7 - z, പിന്നെ ഓൾറെഡി അവിടെ ഒരു പ്ലസ് z ഉണ്ട്, ഈക്വൽ ടു 9 എന്ന് വരും. ഓക്കെ, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക, -z പ്ലസ് z ക്യാൻസൽ ചെയ്ത് പോയി, 5 - 7 13 - z ഈക്വൽ ടു 9 ആണ്. -z അപ്പുറം കൊണ്ടുപോയി 9 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ z ഈക്വൽ ടു എന്തായി, 13 - 9 ആയി, z ഈക്വൽ ടു 4. ഓക്കെ, z വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്താ 5 - z ആണ് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 - z എന്ന് വരും. എക്സ് ഈക്വൽ ടു എന്താ വരിക, 5 - 4 എന്ന് വരും, ഈക്വൽ ടു 1 എന്ന് വരും. ഇനി y ഈക്വൽ ടു 7 - z ആണ് അല്ലേ, 7 - z ആണ്. അപ്പോൾ 7 - 4 എന്ന് വരും. y ഈക്വൽ ടു എന്ത് വരും, 3 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. 3.1 7th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ ബി സി. എന്റെ ബിന്റെ സിന്റെ വാല്യൂ ആൻഡ് ഡിന്റെ വാല്യൂസ് നമുക്ക് കാണണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്, 2/2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്ത് തന്നെയാണ്, 2/2 ആണ്. അപ്പോൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ, ഫസ്റ്റ് എലമെന്റ് a - b ഈക്വൽ ടു -1 ആണ്. സെക്കൻഡ് എലമെന്റ് 2a + c ഈക്വൽ ടു 5 ആണ്. ഇനി 2a - bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0 ആണ്. 3c + dക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 13 ആണ്. ഓക്കെ, ഈ a - b ഒക്കത്തിലും എല്ലാത്തിലും എന്തുണ്ട്, രണ്ട് അൺനോൺ ടേംസുകളുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, a ഈക്വൽ ടു -1 + b എന്ന് എഴുതി. ഇനി എയും ബിയും തമ്മിൽ കോമ്പിനേഷൻ പിന്നെ വേറെ എക്സ്പ്രഷൻ ഏതാ, ഈ മൂന്നാമത്തിലെ. അപ്പോൾ അവിടെ ഞാൻ എന്റെ പകരം എന്ത് കൊടുത്തു, -1 + b - b ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും, -2 + 2b - b ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും, 2b - b എന്ന് പറഞ്ഞാൽ 2b എന്നൊരു b പോയി കഴിഞ്ഞാൽ എന്താണ്, 1b. അപ്പോൾ b ഈക്വൽ ടു -2 അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ +2 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ബിന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്റെ വാല്യൂ എന്താ, -1 + 2 എന്ന് വരും. എ ഈക്വൽ ടു എന്ത് വരും, 1 എന്ന് വരും. ഇനി എയും ബിയും കണക്ട് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ എക്സ്പ്രഷനിൽ എയും സിയും മാത്രമേ ഉള്ളൂ. എന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ 2 × 1 + c ഈക്വൽ ടു 5 ആണ്. അപ്പോൾ c ഈക്വൽ ടു എന്താ വരിക, 5 - 2 എന്ന് വരും. c ഈക്വൽ ടു 3 എന്ന് വരും. സിയും ഡിയും മാത്രമുള്ള എക്സ്പ്രഷനാണ് ലാസ്റ്റത്ത്. അവിടെ ഞാൻ 3 എന്നുള്ളത് സിക്ക് കൊടുത്തു അല്ലേ. സിക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു 13 ആവും. ഡി ഈക്വൽ ടു എന്താവും, 13 - 9 ആവും. ഡി ഈക്വൽ ടു 4 ആണ് ആൻസർ വരിക. അപ്പോൾ എന്റെ ബിന്റെയും സി ആൻഡ് ഡി ആർ വാല്യൂസ് ആർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.1 8th ക്വസ്റ്റ്യൻ ആണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ജനറൽ ഫോം തന്നിട്ടുണ്ട് മെട്രിക്സിന്റെ a ഈക്വൽ ടു aij, അതിന്റെ ഓർഡർ എന്താണ്, m/n ആണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമുക്കറിയാം സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം അല്ലേ. 2/2 എന്നുള്ളത് സ്ക്വയർ മെട്രിക്സ് ആണ്. 3/3 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ m n ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി താഴെയുള്ള ഓപ്ഷൻ നോക്കുക, m <n അല്ല, m <n അല്ല, m ഈക്വൽ ടു n ആണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, സി ആണ് ഇവിടെ ആൻസർ വരിക. എക്സസൈസ് 3.1 9th ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്.
വിച്ച് ഓഫ് ദി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് വിച്ച് ഓഫ് ദി ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ മേക്ക് ദി ഫോളോയിങ് പെയർ ഓഫ് മെട്രിസസ് ഐ ഈക്വൽ. ഗിവൺ ടു മെട്രിക്സ്, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് എഴുതി വെക്കാം. ആദ്യത്തെ മെട്രിക്സ് 2/2 ആണ്, രണ്ടാമത്തെ മെട്രിക്സ് 2/2 ആണ്. അപ്പോൾ അത് ഈക്വൽ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ, ഓർഡർ സെയിം ആണ്. അങ്ങനെ ആ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവുമല്ലോ. അപ്പോൾ നമുക്ക് എക്സിന് വൈൻ്റെ വാല്യൂസ് കിട്ടുമല്ലോ. അത് താഴെ തന്നതിൽ ഏതൊക്കെയാണ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. താഴെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. ഫസ്റ്റ് എലമെന്റ് വരുന്ന ആരാണ്? 3x + 7 = അതിൻ്റെ അതേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ 0 ആണ് അല്ലേ. ഇവിടെ 3x = എന്ത് വരും? -7 വരും. x = -7/3. താഴത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ എക്സിന് -7/3 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ജസ്റ്റ് വൈൻ്റെ വാല്യൂ കൂടി ഒന്ന് കാണാം. ഇവിടെ രണ്ടാമത്തെ അവിടെ എലമെന്റ് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ് y - 2 = 5 എന്ന് വന്നിട്ടുണ്ട്. y = എന്താ വരിക? 5 + 2 എന്ന് വരും. y = 7 എന്ന് വരും അല്ലേ. y 7 ആയിട്ട് വരുന്നതാ ഫസ്റ്റ് ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിൽ രണ്ടിലും എക്സിൻ്റെ വാല്യൂ വേറെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്താൽ നോട്ട് പോസിബിൾ ടു ഫൈൻഡ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. എക്സസൈസ് 3.1 10th ക്വസ്റ്റ്യൻ ആണ്. ദി നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 വിത്ത് ഈച്ച് എൻട്രി 0 or 1 ഈസ്. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് നമുക്കിവിടെ ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ളൊരു മെട്രിക്സ്. എന്താ 3/3ൻ്റെ എലമെന്റ്സ് വരിക? A11, A12, A13, A21, A22, A23, A31, A32 ആൻഡ് A33. ഇതാണ് ഒരു 3/3 ഓർഡറുള്ള മെട്രിക്സ്. ഇതിലുള്ള ഓരോ എൻട്രീസും വിത്ത് ഈച്ച് എൻട്രി 0 and 1. ഓരോ എൻട്രി ഒന്നല്ലെങ്കിൽ 0 or അല്ലെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്സിമം എത്ര മെട്രിക്സസ് ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് ഈ ഒരു മെട്രിക്സിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ടു 3 × 3 9 ആണ് അല്ലേ വരുന്നത്. അപ്പോൾ ഓരോ പ്ലേസിലും രണ്ട് എൻട്രീസ് ആണ് വരിക, 0 അല്ലെങ്കിൽ 1. അപ്പോൾ ടോട്ടൽ 9 പ്ലേസിൽ രണ്ട് എൻട്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്ര മെട്രിക്സ് ഉണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് കാണാം. എങ്ങനെ കാണാം? നമ്പർ ഓഫ് പോസിബിൾ മെട്രിസസ്, ഓരോ എൻട്രീസിലും 9 പ്ലേസിൽ 9 പ്ലേസ് ഉണ്ട്. ഓരോ പ്ലേസിൽ രണ്ട് എൻട്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് 2/9 ആണ് അതിൻ്റെ വാല്യൂ വരിക. 2/9 എന്ന് പറഞ്ഞാൽ 512 ആണ് ആൻസർ വരിക. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം.